സുഹൃത്തുക്കളെ, യാത്രകൾ കാഴ്ചകൾക്ക് പുറമെ അറിവുകൾ കൂടി മനുഷ്യന് തരും കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ പിത്തോറാഗഡ് ജില്ലയിലെ ജോഹാർ വാലിയിലെ മർത്തോലി എന്നൊരു ഗ്രാമമാണ്. ഗ്രാമം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഗ്രാമമല്ല കേട്ടോ. ഹിമാലയത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 6 മാസം മാത്രമേ ഗ്രാമവാസികൾ ഇവിടെ ജീവിക്കത്തുള്ളൂ. ഇവരിവിടെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ പറയുന്നത്, കീടാചെടി ഇല്ലെങ്കിൽ യാർസ കുംഭ എന്ന് പറയും. 1 കിലോന് 10 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് കീടാചെടിക്ക് വില വരുന്നത്. കൂടാതെ തുറു ചൂക്ക് എന്ന് പറയും. നമ്മുടെ നാട്ടിലെ ചെക്കിപ്പഴമൊക്കെ ഇല്ലേ, ഒരു ചുവന്ന അതുപോലത്തെ ഒരു കായാണ് തുറു ചൂക്ക് എന്ന് പറയുന്നത്. 3500 മീറ്ററിൽ വരുന്ന ഹിമാലയത്തിലെ ഭാഗങ്ങളിൽ മാത്രമാണ് തുറു ചൂക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതെടുക്കാനും കൂടാതെ ഗന്ത്രാണി എന്ന് പറയും. ഇതിനൊക്കെ ഭയങ്കര പൈസയാണ് കേട്ടോ. 1000-1500 രൂപയാണ് കിലോ ഗന്ത്രാണിക്ക് വരുന്നത് കേട്ടോ. ഇത് മെഡിസിനൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവരോട് വരുന്നത്. ഒക്ടോബർ പകുതി ആകുമ്പോഴേക്ക് ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും തിരിച്ചു പോകും കേട്ടോ. ഇപ്പം ഗ്രാമത്തിലാകെ 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതോ ടൂറിസ്റ്റ് വന്നാൽ അവർക്ക് ഭക്ഷണത്തിനും കാര്യങ്ങൾക്കും വേണ്ടി ഗൈഡ് വിളിച്ച് പറഞ്ഞ് നിർത്തിക്കുന്നതാണ് കേട്ടോ നിലവിലുള്ള ഗ്രാമവാസികളെ. എന്തായാലും സന്തോഷം. എത്രമാത്രം മഞ്ഞു പർവ്വതങ്ങളാണ് അതിൻ്റെ താഴ്വരയിലൊരു ഗ്രാമം. ചില വീടുകളുടെ മേൽക്കുരയൊക്കെ പൊളിഞ്ഞ് വീണിട്ട് കാണാം. ഇത് ഓരോ വർഷത്തിലും ഇവർ റിപ്പയർ ചെയ്യും. എന്താ വിചാരിച്ചാൽ ഇവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ കരടികൾ കൂട്ടത്തോടെ വന്ന് ഇവരെ വീട്ടിനകത്തെ സാധനങ്ങൾ കട്ട് തിന്നും കേട്ടോ. കരടി എന്ന് പറയുന്ന നല്ല ആരോഗ്യമുള്ളൊരു ആനിമൽ കൂടിയാണ് ഈ ഒരു ഹിമാലയത്തിലെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളൊരു ആനിമൽ കൂടിയാണ് കരടി എന്ന് പറയുന്നത് കേട്ടോ. ആൾക്കാരുള്ള സമയത്ത് കരടികൾ വരവുമില്ല, ആക്രമിക്കത്തുമില്ല. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ മൊത്തം മഞ്ഞായിരിക്കും കേട്ടോ. ഈ വീടിന് മുകളിലൊക്കെ മഞ്ഞായിരിക്കും. ഇവർ വീടിനകത്ത് സാധനങ്ങൾ ഉണ്ടാകും. സ്ലേറ്റ് പോലെയുള്ള പാറ കഷ്ണം മാറ്റിയിട്ടാണ് കരടികൾ അതിനകത്ത് കയറി സാധനങ്ങൾ എടുക്കുന്നത്. അപ്പം എത്രമാത്രം ബലമുള്ള ഒരു ആനിമലാണെന്ന് നോക്കിയാൽ. ഗ്രാമത്തിലെ ജനങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന കഥകൾ ഞാൻ നിങ്ങളിലേക്കും അതുപോലെ പറഞ്ഞു തരുന്നു കേട്ടോ. എൻ്റെ യാത്രകൾ തുടരുകയാണ്. എത്ര മനോഹരമായ പാതകളിലൂടെ സ്വപ്ന യാത്രകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, വരാം കേട്ടോ ഇനിയും.